വൃശ്ചിക മാസം കഴിഞ്ഞ് ധനുമാസം ആരംഭിക്കുകയാണ്. സൂര്യൻ വൃശ്ചികം രാശിയിൽ നിന്നും മാറി ധനുരാശിയിൽ പ്രവേശിക്കുകയാണ്. ഡിസംബർ 16 മുതൽ സൂര്യൻ ഒരു മാസം ധനുരാശിയിലായിരിക്കും. ചില ഗ്രഹങ്ങൾക്കും ഈ സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വ്യാഴം, ചൊവ്വ, ശുക്രൻ, ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങൾ ഈ സമയത്ത് സ്ഥാനചലനം ഉണ്ടാകുന്നുണ്ട്. 27 നക്ഷത്രക്കാർക്ക് ധനുമാസം എങ്ങനെയാണെന്ന് നോക്കാം. മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. വളരെ ഗുണങ്ങൾ കൈവരിക്കുന്ന ഒരു സമയമായിരിക്കും മേടക്കൂറുകാർക്ക് ഇത്. യാത്രകൾ അധികമായി നടത്തേണ്ടി വരുന്ന ഒരു മാസവുമായിരിക്കും. മാനസിക സന്തോഷം വർദ്ധിക്കുകയും കുടുംബക്കാരെ കാണുവാനും കുടുംബത്തിലെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനും ഇടവരുന്നതാണ്. പല തടസ്സങ്ങളും മാറി നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സമയമാണ്. ബിസിനസ്സുകാർക്ക് അനുകൂല സമയമായിരിക്കും. കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാകുകയും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു കാലമായിരിക്കും. ധനപരമായ നേട്ടം കൈവരിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ധനുമാസം. ഇടവക്കൂർ, കാർത്തിക അവസാന 3/4 പാദവും രോഹിണി, മകീരം ആദ്യപാദം വരെയും. ഈ മാസം പകുതി വരെ ഈ കൂട്ടർക്ക് അല്പം സമയം ദോഷമായിരിക്കും. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതായും വരും. ബിസിനസ്സുകാർക്ക് നഷ്ടം സംഭവിക്കാനും ഇടയുണ്ട്. ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മാനസിക സമ്മർദ്ദം കൂടുവാനും ഇടവരുന്നതാണ്. സാമ്പത്തികമായി ചിലവ് വർദ്ധിക്കുവാനും ഇടയുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നടക്കാത്ത കാര്യങ്ങളും നടക്കുന്നതാണ്. ജോലി ലാഭം ഉണ്ടാവുകയും പിണക്കങ്ങൾ മാറി ബന്ധുമിത്രാദികളുമായി സ്വരചേർച്ചയിലെത്തുകയും ചെയ്യുന്നതാണ്. മിഥുനക്കൂർ, മകീരം അവസാന പകുതിയും തിരുവാതിര, പുണർദം ആദ്യ 3/4. മിഥുനം കൂറുകാർക്ക് മാസാദ്യം പല തടസ്സങ്ങളും കാണുന്നുണ്ട്. തൊഴിൽപരമായി തടസ്സങ്ങൾ അനുഭവപ്പെടുവാനും അനാവശ്യമായ ചില പ്രശ്നങ്ങളിൽ മനസുഖം നഷ്ടപ്പെടുവാനും മാനസിക സുഖം കുറയുവാനും ഇടയുണ്ട്. മാസാവസാനം സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനും സാമ്പത്തിക നേട്ടമുണ്ടാകുവാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഇടയുണ്ട്. കർക്കിടകക്കൂർ, പുണർദം അവസാന പാദം, പൂയം, ആയില്യം. ഈ മാസം പണമിടപാടുകൾ സൂക്ഷിച്ചു ചെയ്യേണ്ട സമയമാണ്. മാനസിക വിഷമതകൾക്ക് ഇടവരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. യാത്രകൾ ചെയ്യേണ്ടി വരും. തൊഴിൽ രംഗത്ത് ചില അനിഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പഠനത്തിലും ജോലിയിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ അലസതയുണ്ടാകുവാനും ഇടയുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കടങ്ങൾ തീർക്കുവാനും പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഇടവരുന്നതാണ്. ചിങ്ങക്കൂർ, മകം, പൂരം, ഉത്രം ആദ്യപാദം. ധനനേട്ടം കൈവരിക്കുന്ന സമയമാണ്. പല വഴികളിലൂടെ ധനനേട്ടം ഉണ്ടാകുവാനും ഇടയുണ്ട്. തൊഴിൽ രംഗത്ത് ഉയർച്ചയും വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യവുമായ സമയമാണിത്. ശാരീരിക സുഖം കുറയുവാനും സുഹൃത്തുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് ധനം ലഭിക്കുവാനും ഇടവരുന്നതാണ്. കന്നിക്കൂർ, ഉത്രം അവസാന 3/4, അത്തം, ചിത്തിര ആദ്യ പകുതിയും. ഗുണദോഷ സമ്മിശ്രമായ കാലമായിരിക്കും. സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ തീരുമാനമാകുവാനും ബന്ധുക്കൾ തമ്മിൽ അകൽച്ചയ്ക്കും സാധ്യതയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഇടവരുന്നതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പഴയ സുഹൃത്തുക്കളെ കാണുവാനും സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുവാനും കർമ്മരംഗത്ത് ഉയർച്ചയ്ക്കും സമയം അനുകൂലമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനും മനസുഖം കുറയുവാനും ചില രോഗങ്ങൾ അലട്ടുവാനും ഇടവരുന്നതാണ്. തുലാം കൂർ, ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ 3/4. രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്ന സമയമാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനും തൊഴിൽ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയും ജീവിത പങ്കാളികൾക്ക് ഉയർച്ചയും പിതൃസ്വത്ത് ലഭിക്കുവാനും ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം ഉണ്ടാക്കുവാനും ഇടവരുന്നതാണ്.
വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ബിസിനസ് നടത്തുന്നവർക്ക് വിജയിക്കുവാനും പുണ്യസ്ഥലങ്ങൾ കുടുംബാംഗങ്ങൾക്കൊപ്പം ദർശനം നടത്തുവാനും ഇടയുണ്ട്. ഭൂമി, ഭവനം എന്നിവ വാങ്ങുവാനും കാമിതാക്കൾക്ക് ബന്ധം ശക്തിപ്പെടുത്തുവാനും സമയം അനുകൂലമാണ്. അഗ്നി, ആയുധം എന്നിവയിൽ നിന്ന് അപകടമുണ്ടാകുവാനും സാധ്യതയുണ്ട്. വൃശ്ചികക്കൂറ് വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. തൊഴിൽ രംഗത്ത് നിന്നിരുന്ന തടസ്സങ്ങൾ മാറുവാനും തൊഴിൽ മാറ്റം ലഭിക്കുവാനും ഇടയുണ്ട്. കർമ്മരംഗത്ത് മാറ്റങ്ങൾക്കും ഇടവരുന്നതാണ്. ഗ്രഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകുവാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഇടവരുന്നതാണ്. ഭൂമി, ഭവനം എന്നിവ വാങ്ങുവാനുള്ള ശ്രമം വിജയിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കുന്നതാണ്. തീയിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും അപകടമുണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കുവാനും സാധിക്കുന്ന സമയമാണിത്. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു സമയമായിരിക്കും ഇത്. ജോലിക്കോ പഠനത്തിനോ വേണ്ടി വീട് വിട്ടു നിൽക്കേണ്ടി വരുന്നതാണ്. സാമ്പത്തിക നേട്ടവും സാമ്പത്തിക പ്രതിസന്ധി ഒരു പരിധിവരെയും മറികടക്കുവാൻ സാധിക്കും. ജീവിത പങ്കാളിയുടെ പിന്തുണ ലഭിക്കുവാനും കലാരംഗത്തുള്ളവർക്ക് മികവ് തെളിയിക്കുവാനും സാധിക്കുന്നതാണ്. അനാവശ്യമായ ചിന്തകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും. കഠിന പരിശ്രമം കൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനും കഴിയുന്നതാണ്. മകരക്കൂറ് ഉത്രാടം ആദ്യമുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആരോഗ്യപരമായും സാമ്പത്തികപരമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയമാണ്. പ്രണയ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. വ്യവഹാരങ്ങളിൽ തിരിച്ചടിക്ക് സാധ്യതയുണ്ട്. തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്തും ചെറിയ ഉന്നതി കാണുന്നുണ്ട്. ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത്. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യമുക്കാൽ. പ്രതിസന്ധികളെ അതിജീവിക്കുന്ന സമയമാണ്. പങ്കാളിത്തത്തിൽ പുതിയ സംരംഭം ആരംഭിക്കുവാനും ഇടയുണ്ട്. മനസ്സിനിണങ്ങിയ പങ്കാളിയെ ലഭിക്കുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ മാസാവസാനം എല്ലാ വിഷമതകളും മറന്ന് ജീവിത പങ്കാളിയുമായി മാനസിക ഐക്യം ലഭിക്കുന്നതാണ്. കർമ്മരംഗത്ത് നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. ഗുണദോഷ സമ്മിശ്രമാണ്. മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ദോഷം ചെയ്യും. അവിചാരിതമായ പണച്ചെലവുണ്ടാകുന്നതാണ്. ആരോഗ്യപരമായി സമയം അനുകൂലമാണ്. തൊഴിൽ അനുകൂല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ വഴി നേട്ടമുണ്ടാകുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.